ഇനി നമുക്ക് അടുത്ത് വിജയിന്റെ വോയിസ് ആണ്. ഓക്കെ, തമിഴ് ആക്ടർ വിജയ്. യെസ്, വിജയ് സാറിന്റെ വോയിസിലാണ് നമ്മൾ ഇനി കേൾക്കാൻ പോകുന്നത്. കേൾക്കാം. என் நெஞ்சில் குட்டி இருக்கு அன்பர் ரசிகர்கள பட் ஒரு வீட்டில் இருக்கிற என்னுடைய குட்டி குட்டி நண்பர்களே வணக்கம். என்ன நண்பா, கிடைச்ச வண்டியில் ஏறி நினைச்ச இடத்துக்கு ஒன்றும் போக முடியாதுங்க. நமக்கு ஒரு ட்ரெயின் வரணும்னா நம்ம கொஞ்ச நேரம் பிளாட்ஃபார்ம் வெயிட் பண்ணி தான் இருக்கணும். வரட்டுமா? ഓക്കെ, വരട്ടുമാ. ഇത് സ്പോട്ട് ഡബിംഗ് ആണ്. സ്പോട്ട് ഡബിംഗ് ഉണ്ടോ? അടിപൊളി. കുറെ പേരുണ്ടോ? അതോ സിദ്ദീഖിക്കാണ്ട് കുറച്ച് മോഡുലേഷൻ. ഓക്കെ. യുവമാരാ നിന്നെ കൊണ്ടുവരുന്നു ചീത്തയാക്കണേ. ആശനെ ദോഷം നിലയിൽ ആശന അത് മാത്രം പറയരുത്. ഈ തലയെ ഞങ്ങൾ ചീത്തയാക്കിയിട്ടില്ല, ആരാധിച്ചിട്ടേ ഉള്ളൂ. ഈ തലയുടെ ഫാൻസ് ഞങ്ങള്. ആശന്റെ ഗുസ്തി കണ്ട് കണ്ട് അത് ആശനായിരുന്നു ആരാധന. ആശന്റെ മോനായതുകൊണ്ട് അൽപ്പര തലയിലേക്ക് പോയി. അതൊരു തെറ്റാണോ ആശാനെ? ഈ കാപ്പി ഉണ്ടാക്കാൻ അറിയാൻ പാടില്ലാത്തവര് അത് ഉണ്ടാക്കുന്നത് പോലെയാണ് മാരേജ് ലൈഫ് എന്ന് പറയുന്നത്. ചിലപ്പം കടുപ്പം വല്ലാതെ കൂടും, ചിലപ്പം തീരെ അങ്ങ് കുറഞ്ഞു പോകും. പക്ഷെ ഒരു ദിവസം എല്ലാം പാകത്തിനാകും. ആ പാകം മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ ജീവിക്കാൻ വളരെ എളുപ്പമാണ്. 7ാം ക്ലാസ് 8ാം ക്ലാസ്സിലേക്ക് ഞാൻ ജയിച്ച ദിവസം, സ്കൂളിലെ പരീക്ഷയിൽ ജയിച്ച ദിവസമാണ് മോനെ പാപ്പ ജീവിതത്തിൽ തോറ്റത്. ജയിച്ച സന്തോഷം അറിയിക്കാൻ വേണ്ടി ഞാൻ വീട്ടിലേക്ക് ഓടിയെത്തിയപ്പോൾ കണ്ടത് ശ്വാസം കിട്ടാണ്ട് പിടക്കണ പാപ്പാനെയും കരഞ്ഞോണ്ട് പാപ്പനെ നെഞ്ച് തടവണ ഉമ്മാനെയും എന്ത് ചെയ്യണമെന്ന് അറിയാണ്ട് ഇങ്ങനെ കണ്ണും വീച്ച് നിൽക്കണ 7ഉം 5ഉം വയസ്സുള്ള 2 പെങ്ങന്മാരെയാണ്.